ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുള്ളവരൊന്ന് കൈപൊക്കാൻ അധികം പേരില്ലല്ലോ, ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മരിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ ഈശ്വരൻ പിന്നെ ചെല്ലുമ്പം ഈശോ നമ്മളെ പേരൊക്കെ നോക്കിയിട്ട് കേരളത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ, മലയാളിയാ അല്ലേ, ആഹാ എന്ന് കേൾക്കുമ്പോഴേ ഈശോ വലിപ്പിനകത്ത് നീ പുസ്തകം എടുക്കും. എന്നിട്ട് കാണിച്ചിട്ട് ചോദിക്കും, ഇത് വായിച്ചിട്ടുണ്ടോ? ഇതോ? ഏത്? ഇതെന്നാ പുസ്തകമാ എന്ന് ചോദിച്ചാൽ അപ്പോഴേ 50 മാർക്ക് പോകും. അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിശുദ്ധ വഴി ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോപ്പി വാങ്ങിക്കണം. ഞാൻ പറയും, വാങ്ങിക്കണം. എബ്രാസ്യാം, ഒല്ലൂരത്തെ എബ്രാസ്യാം നമുക്കറിയാമല്ലോ, ജോൺ മേനാച്ചേരി അച്ഛനായിരുന്ന ആത്മീയ പിതാവ്. പിന്നീട് ആ ജോൺ മേനാച്ചേരി ബിഷപ്പായി, തൃശ്ശൂർ വികാരിയത്തിൻ്റെ ആദ്യത്തെ ബിഷപ്പായി മാറി. അപ്പോൾ തിരക്ക് കൂടിയപ്പോൾ കുമ്പസാരിപ്പിക്കാൻ വരുമ്പോൾ കാര്യങ്ങളെല്ലാം പറയാൻ സമയം കിട്ടിയാൽ പാവം പറഞ്ഞു കഴിയുമ്പോൾ ആശീർവാദം കൊടുത്തിട്ട് പോകും. പക്ഷെ ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ എബ്രാസ്യാമയ്ക്കുണ്ടായിരുന്നു. ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ. ഈശോ മുറി വരുന്ന, സംസാരിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്നു. മാതാവ് എല്ലാ ദിവസവും തന്നെ മുറി വരുന്നു. എല്ലാ രാത്രിയിലും എബ്രാസ്യാമയോട് പറയും മാതാവുണ്ട്. നമുക്ക് കൊതി വരും വായിക്കുമ്പോൾ സംഭവങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ കേട്ട് ഉള്ളത് കൊണ്ട് ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ പിതാവ് കുമ്പസാരം കഴിഞ്ഞ് പോകാൻ നേരത്ത് പറയും, ഇതിൻ്റെ ബാക്കി നീ എഴുതി അറിയിക്കാൻ പറയും. എന്നെ എഴുതി അറിയിച്ച കത്ത് അയച്ചേക്കാൻ പറയും. അങ്ങനെ പിതാവ് ആവശ്യപ്പെട്ട് എബ്രാസ്യാമ കുറേ കത്തുകൾ എഴുതി. ആ കത്തുകളെല്ലാം കുമ്പസാരത്തിൻ്റെ ബാക്കിയാണ്. വളരെ ആത്മീയ സ്വകാര്യ വിഷയങ്ങൾ കുമ്പസാരക്കാരന് പറയുന്നതാ. ആ കത്തിലൊക്കെ എഴുതും, ഇത് ആരെയും കാണിച്ചേക്കരുത് പിതാവ്, കീറിക്കളഞ്ഞേക്കണേ, മേശപ്പുറത്ത് ഇട്ടിച്ച് പോകും, സെക്രട്ടറിച്ചെങ്ങാനും കയറി വരുമ്പോൾ കണ്ടാൽ കുഴപ്പമാകും, അതുകൊണ്ട് കീറിക്കളഞ്ഞേക്കണേന്ന് പറഞ്ഞ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നു. കുറേ കത്തെല്ലാം പിതാവ് കീറിക്കളഞ്ഞു തീർച്ച. പക്ഷെ കുറേ കത്തുകൾ പിതാവ് മാറ്റി ഫയലിനകത്ത് വെച്ചു. രണ്ടുപേരും മരിച്ച് കടന്നുപോയി. കാലം മുന്നോട്ട് നീങ്ങിയപ്പം എബ്രാസ്യാമയുടെ നാമകരണ നടപടി ആരംഭിച്ചപ്പം ഫയലൊക്കെ തപ്പി വന്നപ്പം എബ്രാസ്യാമയുടെ ജീവിതത്തെക്കുറിച്ച് നേർ കാഴ്ച തരുന്ന ഏറ്റവും ആധികാരികമായ ഉറവിടമായിട്ട് കത്തുകൾ മാറി. 72 കത്തുകൾ, ചെറുതും വലുതുമൊക്കെയാണ്. അത് പുസ്തകമാക്കിയിരിക്കുന്നതാണ് എബ്രാസ്യാമയുടെ ലിഖിതങ്ങൾ. ഇതിന് ഇംഗ്ലീഷ് വേർഷനുമുണ്ട്. അപ്പോൾ മാതാവിൻ്റെ നിരന്തര സാന്നിധ്യം മുറിയിലുണ്ട്. മാതാവ് വന്നൊരു അമ്മ കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ പലപ്പോഴും എബ്രാസ്യാമ രോഗിണിയായിരുന്നു. രോഗിണിയായിട്ട് ഏക്കാൻ മേലാതെ കിടക്കുമ്പം എബ്രാസ്യാമയ്ക്ക് 28 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ എഴുതിയ കത്തുകളെ വരത്തുള്ളൂ, പിന്നെ ഉള്ളതില്ല. എനിക്ക് അറിഞ്ഞോട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ആ രോഗിണിയായിരുന്നു. ഏക്കാൻ മേലാതെ കിടക്കും. മാതാവ് മാലാഖമാരെ കൂട്ടി മുറി വന്നിട്ട് അമ്മ രോഗിണിയെ മോളെ താങ്ങി പിടിച്ച് എണീപ്പിച്ച് തൂത്ത് തുടച്ച് വീശി കൊടുത്ത് കുറുക്കുണ്ടാക്കി കോപ്പയ്ക്കകത്ത് കൂടെ സ്പൂൺ കൊണ്ട് കോരി കുടിപ്പിക്കുന്ന പോലെ എബ്രാസ്യാമി മാതാവ് പരിചരിക്കുന്നതാണ്. നമുക്ക് കൊതി വരും. എല്ലാ രാത്രിയും മാതാവ് വരും മുറിയിൽ, വിളിച്ചേപ്പിച്ചിരുത്തിയിട്ട് കൊന്ത ചെല്ലിക്കും, പ്രാർത്ഥിക്കും മോളെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, രസകരം ഒത്തിരി സംഭവങ്ങളാണ്. മാതാവ് വന്നിട്ട് അവിടെ നോക്കുക, ഈശോ വരുന്നത്, മാലാഖമാര്, ശുദ്ധികരാത്മാക്കൾ നമ്മൾ കുറച്ച് കാണണം. പിശാചുക്കളുടെ ഒരുപാട് ഉപദ്രവങ്ങളും ഒത്തിരിയുണ്ട്. അവിടെ ശേഖരം നമ്മൾ ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞൊരു 3D എക്സ്പീരിയൻസാണ്, 2D അല്ല. 2D എന്നതാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന സിനിമ ചിത്രം, അതിലെ ആൾക്കാർ വരുന്നു പോകുന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ 2D, 2 ഡയമെൻഷൻ, നീളവും പൊക്കവും വീതി മാത്രമേ ഉള്ളൂ. 3D സിനിമയുണ്ട്. നമുക്ക് നമ്മിലേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ട് നമുക്ക് തോന്നിപ്പോ, അത് ഇല്യൂഷനാണ്, തോന്നിപ്പോകും. പക്ഷെ ആത്മീയം എന്ന് പറയുന്നത് ഇല്യൂഷനല്ല, ശരിക്കുള്ള 3D എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു, ഈശോ കടന്നു വരുന്നു, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ഈശോ വസിക്കുന്നു, മാലാഖമാരുടെ സഹായം നമ്മുടെ കൂടെയുണ്ട്. ശുദ്ധികരാത്മാക്കൾ നമ്മൾ പിന്നെ കാണാം. അത് വരുന്നതിനെക്കുറിച്ച് പിശാചുക്കളും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ കയറാൻ നോക്കുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു ആത്മീയ ലോകത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട്. ഇത് നമ്മൾ അറിയണം. ഇത് വായിക്കുമ്പോൾ നമുക്ക് തിരികെ എന്താണ് ആത്മീയ ജീവിതം.